അപ്പം മക്കളെ ഓണം കാര്യങ്ങളൊക്കെ ഇപ്പോൾ എവിടെ എത്തി? നമ്മളിതാക്കുന്ന ഇവിടെ തൊടുവിലെത്താനായിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതാ കുറച്ച് സംഭവങ്ങളൊക്കെ പറയാനായിട്ടാണ് വന്നിട്ടുള്ളത്. എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചാണ്ട് ഒരുപാട് കമൻറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ മറുപടിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഇപ്പം തൽക്കാലം കുഴപ്പങ്ങളൊന്നുമില്ല, അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ രാവിലത്തെ വീട്ടുവിശേഷങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടേന്നു. രാവിലെ ഇതാ പൂവിടണം. ഇപ്പോഴത്തെ ഒരു 10 ദിവസം നമുക്ക് പൂവിടണമല്ലോ. അപ്പോൾ പൂവിടുന്ന സീസൺ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ. അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ഓണം, വിഷു, പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോഴാണ് ഇങ്ങനെ ഇത്തിരിയൊക്കെ ഒന്ന് അടിക്കാനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ ഒരു ബേജാറിലാണ് കേട്ടോ. ബേജാറിലും മെത്തപ്പാടിലുമാണ്. ഇതിപ്പോൾ പിന്നെ കുട്ടികളെ സ്കൂളത്തെ പരിപാടിയും ഓണാഘോഷ പരിപാടികളൊക്കെ ആകുമ്പോൾ ബ്ലൗസും ചുരിദാറല്ല പട്ടുപാവാടയും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ അടിക്കാൻ കിട്ടും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വേവും ചൂടിലാണ് ഞാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അടിക്കാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അതൊക്കെ ഒന്ന് അടിച്ചു വെക്കണം. അങ്ങനെ ജഗവക പരിപാടിയാണ്. ഓണം എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ, ഒരു ബഹളമയാണ് അല്ലേ, ഫുള്ള് അങ്ങനെയാണ്. രാവിലെ തന്നെ ഞാൻ കുളിച്ച് ഒരുങ്ങി വേഗം വന്നിട്ടുണ്ട് കേട്ടോ. ചായയും കടിയൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കി എടുത്തിട്ട് പെട്ടെന്ന് ചായ കുടിച്ചിട്ട് നമുക്ക് മെഷീനിൽ കയറാനായിട്ട്. അപ്പോൾ മൈലാഞ്ചി ഇട്ടൊക്കെ കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ ഒന്ന് കാണിച്ചു തന്നാണ്. മൈലാഞ്ചിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ. ഇനിയിപ്പം ചോറ് വെക്കണം, കറി വെക്കണം, അങ്ങനത്തെ ചില്ലറ പരിപാടികളുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇടിവെട്ടി തന്നെ പാമ്പ് കടിച്ചതെന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പം ഞാനുള്ളത്. കുറച്ച് ഗുളികയും മരുന്നൊക്കെ ആയിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ എല്ലാവർക്കും ഓരോരോ സൂക്കേടുകളാണ് കേട്ടോ. മൂപ്പർക്കാണെങ്കിൽ ഇപ്പം ഒന്ന് മാറി വരുന്നുള്ളൂ. പിന്നെ പനിയോട് പനിയായി, മക്കൾക്ക് രണ്ടാൾക്കും പനിയായി. പിന്നെ ഒന്ന് റെഡിമണി കണ്ടീഷനായിട്ട് നിൽക്കുന്നത് നമ്മൾ കണ്ണൻ തന്നെയുള്ളൂ കേട്ടോ. പഠിച്ചവനൊന്നും കൊടുക്കല്ലേ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ്. കാരണം ഓനിപ്പോൾ തൽക്കാലം സൂക്കേടുകളൊന്നുമില്ല. ബാക്കി എല്ലാവരും ആയിട്ടാണ് കിടക്കുന്നത്. എന്തെങ്കിലും ആയിട്ടൊരു സൂക്കേട് ഉണ്ട് കേട്ടോ. ഈ ഒരു മാസം ഞങ്ങൾക്ക് തീരെ അങ്ങോട്ട് പോരാ. എപ്പോഴും ആശുപത്രിയിലാട്ടോ. എനിക്ക് തോന്നുന്നു കുറേ ആയി ഇപ്പോൾ ആശുപത്രി. മൂപ്പരാണ്ട് അഡ്മിറ്റായി കഴിഞ്ഞ് വന്നേരം പിന്നെ ഓരോരുത്തരായിട്ട് അങ്ങനെ ആശുപത്രിക്ക് പോകുക തന്നെയാണ്. വലിയ സൂക്കേടുകളല്ല, പക്ഷെ എന്നാലും ഒരു സമാധാനം ഇല്ലാത്ത സൂക്കേടുകളാണുള്ളത്. അപ്പം ഇനിയും പോകാൻ കിടക്കുന്നുണ്ട്. നമ്മൾ ടെസ്റ്റും കാര്യങ്ങളും സ്കാനിങ്ങും ഒക്കെ നടത്താനുണ്ട്. എന്താ സൂക്കേട് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് സൂക്കേടുകൾ ചെറിയൊരു വയറുവേദനയും കാര്യങ്ങളൊക്കെയാണ് നമുക്കുള്ളത്. പിന്നെ അങ്ങനെ പനി, ചെവിവേദന അങ്ങനെയുള്ള സൂക്കേടുകളൊക്കെ ആണില്ല. എല്ലാം സ്വാഭാവികമാണ്. വലിയ സൂക്കേടുകളും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ. ഈ ഒരു മാസം ഫുള്ളായിട്ട് പൈസ മുടക്കാണ്. അതാണ് ഇപ്പോൾ മുൻകൂട്ടി പറയാനുള്ളത്. പൈസ മുടക്കിൻ്റെ കളിയാണ്. എപ്പോഴും ആശുപത്രിക്ക് ഒരാളെ കൊണ്ടുവന്ന് വെച്ചാൽ പിന്നെ അടുത്ത ആളെ കൊണ്ടാകാനായി. അങ്ങനെയാണ് പറയാനുള്ളത്. ചെറിയ കുട്ടികളുള്ള വീട് എങ്ങനെയാണ് ഇപ്പം അതേപോലെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഏതായാലും മൈക്കൂടെയാണ് ഞങ്ങൾ കടന്നു പോകണത്. അതിൻ്റെ ഇടയിൽ കൂടെ ഓണം തത്തി നമ്മളെടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓണത്തിൻ്റെ പരിപാടികൾ നോക്കണം. പിന്നെ ഓണം ഞാൻ പറഞ്ഞില്ല, ഓണത്തിങ്ങൾക്കാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൈമണിയായിട്ട് പോക്കറ്റ് മണിയായിട്ട് അടിക്കാൻ കിട്ടുക. അന്നാണ് നമുക്ക് പോക്കറ്റിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചാടുക. അപ്പോൾ അതും വേണം ഉഷാറായിട്ട് കൊണ്ടു നടക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ തളർന്ന് വീണാൽ എന്താ ഉണ്ടാവും, നമുക്ക് വരുന്നതും കൂടി ഇല്ലാതാവും. അതുകൊണ്ട് നമ്മൾ ഉഷാറാകണം. നമ്മൾ ഉഷാറായാൽ തന്നെ റെഡി ആകുള്ളൂ അല്ലേ. അങ്ങനെ ഉഷാറ് വീണ്ടൊക്കെ എടുത്ത് ഗുളികയും മരുന്നൊക്കെ കുടിച്ചാണ്ട് വീണ്ടും എടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നെ തന്നെ ഒന്ന് വീണ്ടും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ആശുപത്രിയിൽ വണ്ടി പോകുന്നുണ്ട്, സൂചി വെക്കുന്നുണ്ട്, തിരിച്ചു പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. ആഗസ്റ്റ് മാസത്തിനെ കുറ്റം പറയുകയാണ് എന്ന് വിചാരിക്കേണ്ട. ഒരു അടപടല മൂഞ്ചി ഒരു മാസം ഉണ്ടെങ്കിൽ ഇത് മാത്രമാണ് ഇപ്പം ഞങ്ങൾക്കുള്ളത് കേട്ടോ. പിൻ്റെയൊക്കെ വിചാരം എല്ലാ മാസത്തെയും പോലെ ഈ ഒരു മാസം ഉഷാറായിട്ട് അടിപൊളിയായിട്ട് നീങ്ങുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ കബഡി നിരത്തിയത് കുറച്ചങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ട്. നമുക്ക് സൂക്കേടുണ്ട്, മനസ്സമാധാനക്കേടുണ്ട്, പിന്നെ എന്തൊക്കെയോ അലച്ചിലും പുകച്ചിലും ആശുപത്രി കേസും ഒക്കെ ആയിട്ട് അത് അങ്ങനെ നീങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൊല്ലത്തിൽ ഒരു മാസത്തിൽ നമുക്ക് അല്ലെങ്കിലും അങ്ങനെ വരലുണ്ട് കേട്ടോ. ഒരു മാസം നമുക്ക് എപ്പോഴും ഒരു മനസ്സമാധാനക്കേട് ഉണ്ടാവലുണ്ട്. അതാണ് ഈ ഒരു മാസം. ഓഗസ്റ്റ് മാസം പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള മാസം തന്നെയാണ്. ഏതായാലും കഴിയാനായിട്ടുണ്ട്. അപ്പം നമ്മളിത് മാറി വയ്ക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കാരണം പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മളെ മൂപ്പരടുത്ത് തന്നെ തുടങ്ങാം. മൂപ്പർക്ക് ആ ഒരു പൈൽസിൻ്റെ ആശുപത്രി കേസ് കാര്യങ്ങൾ അവിടെയൊക്കെ കുറച്ച് പൈസ നമ്മൾ പൊട്ടിച്ച് കളഞ്ഞ് അത് നല്ലതാണ്. പൈസ ഉള്ളതൊക്കെ നമ്മളെ കയ്യിൽ ഇങ്ങനെ ഒരു കൂട്ടി നമ്മൾ പോകുമ്പോൾ ടാറ്റ വൈബ് പറഞ്ഞു പോകുമ്പോൾ നമ്മൾ എടുത്ത് കൊണ്ടുപോകാനൊന്നല്ല, നമ്മളെ മൂടാൻ കാര്യങ്ങളൊന്നല്ല, നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ പൈസ നീക്കി വെക്കുന്നത്. സംഭവം ശരിയൊക്കെ തന്നെയാണ്. എന്നാലും നമുക്ക് നാളേക്ക് എന്ന് പറഞ്ഞിട്ടൊരു 10 റുപ്യ വേണമല്ലോ.
അപ്പം അങ്ങനെ മൂപ്പരെ ഓപ്പറേഷന് വേണ്ടിയിട്ട് അങ്ങനെ ചിലവാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് അടങ്ങി ഇങ്ങനെ ഒരു സമാധാനത്തോടു കൂടി ഇങ്ങനെ വരികയെന്നിട്ട് മൂപ്പരെ ആശുപത്രിയും കാര്യങ്ങളൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ അടങ്ങി ഇങ്ങനെ വന്നപ്പോഴാണ് ആദ്യം ഒരാൾക്ക് പനി ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറി വന്നപ്പോൾ അടുത്തൊരാൾക്ക് പനി ഉണ്ടായി. അതിൻ്റെ ഇടപ്പം ചെവി വേദന, ബാക്കിയുള്ള ഒരു ഇൻഫെക്ഷൻ കാര്യങ്ങൾ അതങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് സമാധാനപരമായിട്ട് ആ ഒരു മാസം അപ്പോഴത്തേനും പകുതിയായിട്ടോ. പകുതി ആഗസ്റ്റ് 15 കഴിഞ്ഞപ്പോഴത്തേനും പകുതി മുക്കാലായിട്ടുണ്ട്. പിന്നെ ഓണായി. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് സുഖമായി. നമുക്കും തന്നെ കുറച്ച് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തോ ഈ ഒരു മാസം ഇൻഫെക്ഷൻ്റെ കളിയാണ് ഈ ഒരു വീട്ടിൽ. എല്ലാവർക്കും ഇൻഫെക്ഷനാണ്. എനിക്കാണെങ്കിൽ വയറ് കൂടെ എന്തൊക്കെയോ ആണ് ഒരു അസ്വസ്ഥതയും കാര്യങ്ങളും ഒക്കെയാണ്. ഇനിയിപ്പോൾ അതിന് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പീരിയഡ്സ് ആയി കഴിഞ്ഞിട്ട് ചെല്ലാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതിനൊന്ന് പോയി നോക്കണം. അപ്പം പേടിയുണ്ട് കേട്ടോ. അതിൻ്റെ ഡോക്ടർ എന്താ പറഞ്ഞു ചോദിച്ചാൽ അതൊക്കെ നമുക്ക് സ്കാൻ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് പറയാം എന്താണെങ്കിലും. ഏതായാലും അങ്ങനെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, എന്നാൽ കുഴപ്പം ഇല്ല, അതാണ് പറയാനുള്ളത്. അപ്പോൾ സൂക്കേട് കൂടെയാണ് ഈ ഒരു മാസം കടന്നു പോണത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അമ്മക്ക് ഇതാക്കണത് ചെറിയ സൂക്കേടാണ്, കുഞ്ഞു സൂക്കേടാണ്. എന്നാലും കൂടി അമ്മക്കിത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കേട്ടോ. അത് ഒന്നാമത് സമാധാനക്കേടുണ്ട്. മൈൻഡ് എവിടെയോ ആണ്, ഏതോ ദുനിയാവിലാണ് മൈൻഡ് പോയി കിടക്കുന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്ന ഓളം ആ ഒരു ലെവൽ മറികടക്കുമ്പോണ്ടല്ലോ, ആ ഒരു ലെവലിലേക്ക് പോയിട്ടില്ലെങ്കിൽ ആകപ്പാടൊരു നശികുശിയാവൂലേ. ഞാൻ തന്നെ ഒരു നശികുശിയാവും. ഞാൻ ഒരു ഓളത്തിലാണ് ഇതിങ്ങനെ കൊണ്ടുപോകണത്. ഓരോ ദിവസം കൊണ്ടുപോകണത് ഒരു ഓളാണ്. നമുക്ക് ഒരു വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വീട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നമ്മളെ അടുത്താണല്ലോ. സത്യം പറഞ്ഞാൽ നമ്മളെ കയ്യിൽ തന്നെയാണ്. ഇതിപ്പോൾ എങ്ങനെ പോകണം, ഇതിങ്ങനെ കാട്ടിയാൽ ഇങ്ങനെ പോകണം, മൂപ്പർക്ക് കുട്ടികളെ കാര്യങ്ങൾ, മൂപ്പരെ കാര്യങ്ങളിൽ, വീടിൻ്റെ കാര്യങ്ങൾ എല്ലാതും നമ്മളിങ്ങനെ കൈകാര്യം ചെയ്തിട്ട് വേണമല്ലോ. നമ്മളാണ് ഇവിടുത്തെ ഭരണാധികാരി. അപ്പം അത് അകപ്പാടെ കൊണ്ട് പാളം തെറ്റിയിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് കാണണം. ഫുള്ള് മുടി മുതൽ അടി വരെ ഫുള്ളായിട്ടാണ് തെറ്റിപ്പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പോയ റീലേ തിരിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഞാൻ. അതിൻ്റെ ഇടയിൽ ഓണം വന്നിട്ടുണ്ട്. സൂക്കടും കാര്യങ്ങളും പോട്ടെ എന്നല്ല, അത് അടക്കട്ടെ. പിന്നെ നമുക്ക് ഓണം വന്നിട്ടുണ്ട്. ഓണത്തിൻ്റെ സ്റ്റിച്ചിങ്ങിലാണ് ഇപ്പം നമ്മളുള്ളത്. ഇതും കൂടി ഞാൻ 8-10 എന്ന് പറഞ്ഞ് നിന്നാൽ നമ്മളെ കയ്യിലില്ല കസ്റ്റമറും കൂടി നമുക്ക് പോയി കിട്ടും. അതുകൊണ്ട് ഇതിൽ കോംപ്രമൈസ് എടുക്കാൻ കഴിയണില്ല. അതുകൊണ്ടാണ്. പിന്നെ മാക്സി ബിറ്റും കാര്യങ്ങളൊന്നും ഓണത്തിന് ഇറക്കിയിട്ട് തന്നെ അല്ല. അതിനില്ല ദമ്പടി നമ്മളെ കയ്യിലില്ലേന്ന്. അപ്പോൾ ഞാൻ ഇറക്കിയിട്ടില്ല കേട്ടോ. കുറച്ച് ബിറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു, അത് ചിലവായിട്ടുണ്ട്. 1-2 ബിറ്റും കൂടി ഉണ്ട് കേട്ടോ. അതിലൊരു 10 എടുത്തതിന് 1-2 ബിറ്റും കൂടി ഉണ്ട്. അതൊക്കെ ടോപ്പ് അടിക്കാനാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാണുന്നതൊക്കെയാണ്. പിന്നെ ഞാൻ കുറച്ച് ഇൻസ്റ്റാഗ്രാമിലും ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ശീലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലത്തെ കുറച്ച് 1-2 തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓണം ഇങ്ങോട്ട് എത്താനായിട്ടുണ്ട്. ഓണം കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഉഷാറാവും, അടിപൊളിയാവും എന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് എല്ലാവരും. അപ്പോൾ ഇന്നത്തെ പോലെ അല്ലല്ലോ നാളെ ഉണ്ടാവുക, നാളത്തെ പോലെയല്ല മറ്റൊന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞാനും എൻ്റെ കുടുംബം പോകുന്നത്. അപ്പോൾ ഈ ഒരു തകർച്ച ഉണ്ടല്ലോ, ഈ ഒരു കൊല്ലത്തിൽ ഒരു മാസം നമുക്ക് എങ്ങനെയായാലും ഒരു തകർച്ച ഉണ്ടായാലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വീണ്ടും എടുത്താണ്ട് ഞങ്ങൾ ഉഷാറായിട്ട് വരും. ഞങ്ങൾ കര കടക്കും. അപ്പോൾ അതിന് മാത്രമൊന്നുമില്ല കേട്ടോ, നിങ്ങൾ വിചാരിക്കുന്ന മാത്രമൊന്നുമില്ല. സന്തോഷമാണ് ഞങ്ങൾക്ക്.